ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് തെർത്തുല്യൻ എന്ന പിതാവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഐറീനിയസിനെയും അതുപോലെ ജസ്റ്റിൻ മാറ്ററെ കുറിച്ചും ഒക്കെ പഠിച്ചു. അവരുടെ വേദവിപരീതങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ തെർത്തുല്യനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ തെർത്തുല്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തെർത്തുല്യൻ AD 160 കാർത്തിലേജിൽ അല്ലെങ്കിൽ ടുണീസ് എന്ന് പറയുന്ന ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അതായത് നിയമവും വാഗ്പാഠ ശാസ്ത്രവും പഠിച്ചു. കുറച്ചു കാലം റോമിൽ പരിശീലനം നടത്തിയെന്നും AD 197 ക്രിസ്തുമാർഗം സ്വീകരിച്ചുവെന്നും ദീർഘകാലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ വക്താവും എഴുത്തുകാരനുമായിട്ട് അദ്ദേഹം ജീവിച്ചു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ AD 207 തെർത്തുല്യന് ക്രൈസ്തവ വിശ്വാസത്തോട് വിരക്തിയും പുതിയതായി നിലവിൽ വന്ന മോണ്ടനിസത്തോട് അനുഭാവവും തോന്നി. മോണ്ടനിസ്റ്റും രണ്ട് സ്ത്രീകളും കൂടി AD 170 ഫിഗ്രിയ എന്ന് പറയുന്ന ടർക്കി എന്ന സ്ഥലത്ത് ആരംഭിച്ച ഒരു പ്രവചന പ്രസ്ഥാനമായിരുന്നു മോണ്ടനിസം എന്ന് പറയുന്ന പ്രസ്ഥാനം. ലോക അവസാനം ഏറ്റവും അടുത്തുവെന്നും അതിനാൽ ഏറ്റവും പുതിയ ജീവിതം നയിക്കണമെന്നും ഇവർ നിർബന്ധിച്ചതായി ഇവരെ കുറിച്ച് കാണുന്നു. വിവാഹം വിലക്കുകയും, ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും പല ആളുകളും എങ്ങനെയാണ് TPM പോലെയുള്ള പല ഡിനോമിനേഷനുകളിൽ എങ്ങനെയാണ് വിവാഹം മുടക്കിയതിനെ കുറിച്ചുള്ള ഒരു കാരണം ഇവിടെ പറയുന്നു. വിവാഹം വിലക്കുകയും ദീർഘകാല ഉപവാസം അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ അനുഷ്ഠിക്കാൻ ആളുകളെ എന്ത് ചെയ്തു, പേരിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം രക്തസാക്ഷികളാകുന്നതിനെ എന്ത് ചെയ്തു, സന്തോഷത്തോടെ സ്വീകരിക്കാനും പഠിപ്പിച്ചെന്നും ഒരു പട്ടണത്തിൽ ഉപദ്രവം നേരിട്ടാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുകയും എന്ന് പറഞ്ഞ കർത്താവിന്റെ പാത, അതായത് മത്തായിയുടെ സുവിശേഷം 10:23 പറയുന്ന ആ വാക്യം അവർ ആവർത്തിച്ചു എന്നും പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് അവർ പഠിപ്പിച്ചിട്ട് അതിന് വിപരീത ഉപദേശമാണെന്നും ആരംഭത്തിൽ ഈ ദുരുപദേശത്തെ എങ്ങനെ നേരിടുമെന്നും ക്രൈസ്തവ സമൂഹത്തിന് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ എന്താണ് ഈ മോണ്ടനിസം എന്ന് പറയുന്ന സിദ്ധാന്തം? എന്താണ്? പട്ടണത്തിൽ ഉപദ്രവം നേരിട്ടുകൊണ്ട് എന്താണ് മറ്റൊന്നിലേക്ക് ഓടിപ്പോവുകയെന്ന് യേശു പഠിപ്പിച്ചതിന് വിപരീതമാണ്. അല്ലെ, രക്തസാക്ഷികളെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പഠിപ്പിച്ചെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. മത്തായി സുവിശേഷം 10:23 പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് പലയിടത്തും എന്താണ് ദുരുപദേശമായിട്ടാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ആരംഭത്തിൽ എന്താണ് ദുരുപദേശം എങ്ങനെ നേരിടണമെന്ന് ക്രൈസ്തവ സഭയ്ക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അന്തിമമായി ഈ പ്രസ്ഥാനത്തെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ തെർത്തുല്യൻ എന്ത് ചെയ്തു? ക്രൈസ്തവ സഭയെ വിമർശിക്കുകയും അന്ത്യം വരെയും മോണ്ടനിസത്തിനോട് അനുഭാവം പുലർത്തുകയും ചെയ്തു. AD 220 ശേഷം അദ്ദേഹം നിര്യാതനായി എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോണ്ടനിസ് സിദ്ധാന്തത്തെ അന്നത്തെ കാലം മുതൽ ഒരു എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു വേദവിപരീതമാണെന്ന്. പക്ഷെ അതിലെ ആദ്യത്തെ വേദവിപരീതം എന്താണ്? വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു വേദവിപരീതമാണ്. അല്ലെ, നമ്മളെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അല്ലെ, ഏക ഭാര്യയുള്ളവനായിരിക്കണം അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞതാണ് ആ കാര്യമൊക്കെ. അപ്പൊ ഇതിന് വിപരീതമായിട്ടായിരുന്നു തെർത്തുല്യന്റെ ഉപദേശങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അവിടെ തന്നെ ദൈവവചന വിരുദ്ധങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനായിരുന്നു തെർത്തുല്യൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ലത്തീൻ ഭാഷയിൽ എന്ത് ചെയ്തു? ക്രൈസ്തവ ലേഖനങ്ങൾ ആദ്യമായി എഴുതി തുടങ്ങിയത് ആരായിരുന്നു? തെർത്തുല്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം ലത്തീൻ സാഹിത്യത്തെയും പാശ്ചാത്യ ദൈവശാസ്ത്രത്തെ എന്ത് ചെയ്തു? പിതാവായി അറിയപ്പെടുവാൻ തുടങ്ങിയെന്നും 2-3 നൂറ്റാണ്ടിലെ ക്രൈസ്തവ എഴുത്തുകാരി തെർത്തുല്യനും ഓർഗിനും ഏതാണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്നാണ്, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നുവെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ലത്തീനിൽ എന്ത് ചെയ്തു? ലത്തീൻ തെർത്തുല്യൻ എഴുതിയവരുടെ വൈശിഷ്ട്യം മൂലം ആ ഭാഷ അറിയാവുന്ന അന്യജാതികളിലും അവയെ വായിക്കുവാൻ തുടങ്ങി. 30-ൽ പരം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഐറീനിയസിനെ പോലെ തെർത്തുല്യനും ജ്ഞാനവാദത്തെ എതിർത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഗ്രീക്ക് തത്വചിന്തകളെ പൊതുവെ അദ്ദേഹം എതിർത്തുവെന്നും നാസ്തികത്വത്തെ ഉത്ഭവസ്ഥാനം ഈ തത്വചിന്തകളാണെന്ന് അദ്ദേഹം പറയുന്നു. ക്രിസ്തീയ തത്വങ്ങൾക്ക് ഗ്രീക്ക് തത്വചിന്തകളും വളരെ വ്യത്യാസമുണ്ടെന്നും അദ്ദേഹം വാദിച്ചിരുന്നുവെന്നും, എന്നാൽ
എന്നാൽ ചില തലങ്ങളിൽ രണ്ടിലും ചില സമാനതകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്താണ്, ക്രൈസ്തവ വിശ്വാസത്തിന് മറ്റൊരു തത്വചിന്തയുടെ ആവശ്യമില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായിട്ട് കാണുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സിദ്ധാന്തമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ തെർത്തുല്യൻ ഏകാധിപത്യ സിദ്ധാന്തത്തിന് എതിരായിരുന്നു എന്നാണ് പറയുന്നത്. ഏകാധിപത്യ സിദ്ധാന്തക്കാർ ദൈവത്തിന്റെ ഏകാധിപത്യ ഭരണത്തിൽ തികഞ്ഞ വിശ്വാസികളായിരുന്നു. ഏകേശ്വര വിശ്വാസമായ അദ്വൈത സിദ്ധാന്തം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന തൃത്വനാമത്തിന് വിപരീതമായി എന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക അസ്തിത്വം എന്ന ഏകാധിപത്യ സിദ്ധാന്തക്കാർ പറയുന്നത് കൗശലമായ ഒരു ഉപായം എന്ന് തെർത്തുല്യൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്നുള്ള കാര്യം, അതായത് ഒരു ദൈവത്തിന്റെ വിവിധ പൊസിഷനുകൾ അല്ലെങ്കിൽ വിവിധ റോളുകൾ ഏക ദൈവം ചെയ്യുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യത്യസ്ത നാമങ്ങൾ ഒരേ ആളിന്റെ 3 പ്രവർത്തന ഭാഗങ്ങൾ മാത്രമല്ലെന്നും, അല്ലാതെ 3 ആളുകളല്ല എന്ന് അദ്വൈതവാദികൾ പഠിപ്പിച്ചു. അല്ലെ, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്ന സിദ്ധാന്തത്തെയൊക്കെ കാറ്റിൽ പായിച്ചുകൊണ്ടാണ് തെർത്തുല്യൻ തന്റെ സിദ്ധാന്തം ഇവിടെ കൊണ്ടുവരുന്ന. തൃത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ത്രിയേകം എന്ന് പറയുന്ന സിദ്ധാന്തം അദ്ദേഹം ഇവിടെ അപലപിക്കുന്നു. അതായത് ഒരേ ആള് തന്നെ പിതാവായും ഭർത്താവായും ഗ്രന്ഥകർത്താവായും ഇരിക്കുന്നത് പോലെ എന്ന് ഏകത്വവാദികൾ എന്ത് ചെയ്തു, വാദിച്ചപ്പോൾ അതിനെ തെർത്തുല്യൻ എന്ത് ചെയ്തു, നിരാകരിച്ചു. അങ്ങനെയല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതായത് മാറ്റ്സിനോട്ടിസം, അതായത് സിനോപ്പ് ദേശവാസിയായ മാറ്റ്സിയൻ AD 165 ഗ്രീക്ക് ജ്ഞാനവാദത്തിന്റെ പ്രേരണയുടെ ഫലമായി എത്തിക്കോ ഡ്വലിസ്റ്റിക് ഫിലോസഫി ഓഫ് റീജിയൻ മതപരമായ നൈതിക തത്വശാസ്ത്രം രൂപപ്പെടുത്തി. മാറ്റ്സിയൻ 2-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരുപദേശമായിരുന്നുവെന്ന് തെർത്തുല്യൻ പറഞ്ഞിരുന്നു. അപ്പൊ മാറ്റ്സിന്റെ സിദ്ധാന്തങ്ങൾക്കെതിരായി തെർത്തുല്യൻ എന്ത് ചെയ്തു, 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തെർത്തുല്യൻ അന്ത്യം വരെയും ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ പരിശോധിച്ച ഒരാൾ അഭിപ്രായപ്പെട്ട ദൈവശാസ്ത്രപരമായി വിലയിരുത്തിയാൽ ഇദ്ദേഹം തീർത്തും ഒരു യഹൂദനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു യഹൂദനായിട്ടും ഏകദൈവത്തിൽ വിശ്വസിച്ചില്ല. മോശ പറയുന്ന കൽപ്പനകളെ അദ്ദേഹം അനുസരിച്ചില്ല. പൗലോസ് പറഞ്ഞു ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കാര്യവും അദ്ദേഹത്തിന് അനുസരിക്കാൻ കഴിഞ്ഞില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യത്യസ്ത വ്യക്തികളാണ് എന്നതിന് വഴി തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഒരു തെറ്റ്. അല്ലെ, ദൈവത്തിന് 3 റോളുകൾ ചെയ്യാൻ കഴിയുകയില്ല. 3 കാര്യങ്ങൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിലെ സകല ജഡങ്ങളുടെ ഉടയവനായതുകൊണ്ട് അവനെ പിതാവെന്ന് വിളിക്കുമ്പോൾ അവന്റെ വീണ്ടെടുപ്പിന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നതിനെ എന്ത് പറയുന്നു, പുത്രത്വം എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം ആത്മാവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന 3 കാര്യങ്ങളെ 3 വ്യക്തികളാക്കി അദ്ദേഹം ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ആ തെർത്തുല്യനെയാണ് എല്ലാവരും ഇന്ന് എനിക്ക് തോന്നുന്നു പല ആളുകളും ആ തെർത്തുല്യന്റെ ഫോളോവേഴ്സാണ്. വളരെ തെറ്റു മാത്രം പഠിപ്പിച്ച തെർത്തുല്യന്റെ ഫോളോവേഴ്സ്, ദൈവവചനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തെർത്തുല്യൻ ഫോളോവേഴ്സ് ആണ് ഇന്ന് വളരെയധികം കൂടുതലുള്ളത് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെർത്തുല്യൻ വഴിയാണ് ഈ തൃത്വവും ത്രിയേകവും, ബാബിലോണിലെ തൃത്വം, അതായത് സമഭുജ ത്രികോണ രീതിയിലുള്ള ദൈവിക സങ്കല്പം ഉണ്ടാക്കിയെടുത്തത് ആരായിരുന്നു? തെർത്തുല്യനാണ് അതിന്റെ പിതാവ് എന്നുള്ളതാണ്. 3 വ്യക്തികൾ എന്ന രീതിയിൽ ദൈവത്തെ ആക്കി തീർത്തത് തെർത്തുല്യനായിരുന്നു എന്നുള്ളതാണുള്ള വാസ്തവമാണ് ഈ തെർത്തുല്യന്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.